പൂരം വലിയ ആർഭാടപൂർവ്വം അല്ലെങ്കിലും ചടങ്ങുകളോടെ നടത്താൻ തീരുമാനമായിരുന്നു. ഇന്നിപ്പോൾ തൃശൂർ പൂരത്തിന്റെ വിളംബരം അല്പസമയത്തിനകം നടക്കും. നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി തെക്കേ ഗോപുരനട തുറന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തുറന്നു വരും അല്പസമയത്തിനുള്ളിൽ. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധന വൈകിട്ട് നടക്കും. ജെയ്സൺ ചവളപ്പിലും VS രഞ്ജിത്തും തത്സമയം ചേരുന്നു. ആദ്യം ജെയ്സൺ ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്ന എറണാകുളം ശിവകുമാറിനോടൊപ്പമാണ്. രഞ്ജിത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിലുണ്ട് തത്സമയം. ആദ്യം ജെയ്സണിലേക്ക്. ജെയ്സൺ, നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി ശിവകുമാർ എഴുന്നള്ളി തുടങ്ങിയോ? അരുൺകുമാർ, അല്പം മുമ്പാണ് നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും നെയ്തലക്കാവ് ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. അവിടെ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. പൂരത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് തെക്കേ ഗോപുരനട തുറക്കുന്നതിന് വേണ്ടിയാണ് നെയ്തലക്കാവ് ദേവി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നെയ്തലക്കാവ് ദേവി നെയ്തലക്കാവ് ഗ്രാമത്തിലൂടെ കടന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഏകദേശം 8:30 ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്ര ആരംഭിച്ച് ഏകദേശം 10 മണി 10:30 മണികണ്ഠനാൽ പരിസരത്ത് എത്തിച്ചേരുന്ന ദേവി അവിടെ നിന്ന് വലിയ മേളത്തിന്റെ അകമ്പടിയോടുകൂടി ശ്രീമൂലസ്ഥാനത്തേക്ക് പോകും. ശ്രീമൂലസ്ഥാനത്ത് നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് കയറി വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് കയറി വലം വെച്ച ശേഷമായിരിക്കും തെക്കേ ഗോപുരനട തുറക്കുക. ഏതായാലും തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരം അറിയിക്കുന്നത് നെയ്തലക്കാവ് ദേവിയാണ്. നെയ്തലക്കാവ് ദേവി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര 8:30 ആരംഭിച്ചു. ദേശക്കാരെ സാക്ഷി നിർത്തി മേളത്തിന്റെ അകമ്പടിയോടെ ദേശക്കാർ ഒന്നിച്ചാണിപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നടക്കുന്നത്. ദേവസ്വം ഭാരവാഹികളും അതുപോലെ തന്നെ ദേശക്കാരും പൂരപ്രേമികളും അങ്ങനെ വലിയൊരു സഞ്ചയം തന്നെ ഈ യാത്രയ്ക്കൊപ്പമുണ്ട്. എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറിയാണ് ദേവി ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 6 കിലോമീറ്ററോളം നടന്ന് അവിടെ എത്തി അതിനുശേഷമായിരിക്കും ചടങ്ങുകളിലേക്ക് കടക്കുക. അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ നെയ്തലക്കാവ് ദേവിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഗ്രാമത്തിലൂടെ ഇപ്പോൾ വടക്കുംനാഥൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ VS രഞ്ജിത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട്. VS രഞ്ജിത്ത്, വലിയ ആർഭാടങ്ങളില്ല, വലിയ ആൾക്കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ഇന്നത്തെ ദിവസം. കാരണം ഒരു ദുരന്തത്തിൻ്റെ നിഴലിലാണ് ഇന്നിപ്പോൾ പൂരം നടക്കുന്നത്. പക്ഷേ ചടങ്ങുകൾ കൃത്യമായി തന്നെ നടത്താനാണ് ദേവസ്വത്തിൻ്റെ തീരുമാനം. അങ്ങനെ ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് വടക്കുംനാഥനെ അലങ്കരിക്കുന്നത് കണ്ടു. ഇപ്പോൾ അലങ്കാരപ്പണികളൊക്കെ പൂർത്തിയായി എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തെക്കേ ഗോപുരനട തള്ളി തുറന്ന് എറണാകുളം ശിവകുമാർ വരും. നമ്മൾ തെക്കേ ഗോപുരനട എന്ന് പറയുമ്പോൾ എപ്പോഴും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നറിയാതെ നാക്കിൽ വരും. അതിന് പകരം ഇന്നിപ്പോൾ എറണാകുളം ശിവകുമാറാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഭക്തജനങ്ങളൊക്കെ എത്തുന്നുണ്ടോ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നത് പൂരവഴി എന്നറിയപ്പെടുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ്. തെക്കേ ഗോപുര നട ഇങ്ങനെ അലങ്കരിച്ച് വളരെ കൃത്യമായി ആ തെക്കോട്ടിറക്കത്തിന്, നെയ്തലക്കാവിലമ്മയുടെ തെക്കോട്ടിറക്കത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാ ആഘോഷത്തിന്റെ പ്രൗഢിയൊക്കെ കുറച്ചുകൊണ്ടാണെങ്കിൽ കൂടി ഈ തെക്കോട്ടിറക്കം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ നടക്കും എന്നുള്ളതാണ്. കാരണം പൂരത്തിന്റെ വിളംബരം എന്ന് പറയുന്നത് നെയ്തലക്കാവിലമ്മ ഇതാ ഈ കാണുന്ന തെക്കേ ഗോപുര നട തള്ളി തുറന്നുകൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളി അവിടെ നിലപാട് തറയിൽ എത്തുന്നതോടുകൂടി അവിടെ നിന്ന് പൂര വിളംബരം നടക്കാൻ പോവുകയാണ്. ഏതായാലും വലിയ ആഘോഷങ്ങളോ അല്ലെ വലിയ തോതിലുള്ള ആഡംബരങ്ങളോ ഇല്ലാതെ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടി ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ എല്ലാ പൊലിവോടുകൂടി തന്നെ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ചുപേരൊക്കെ ഈ സമയത്ത് വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ്. പോലീസിന്റെ പോലീസ് വളരെ കൃത്യമായി തന്നെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ തെക്കേ ഗോപുര നടക്ക് അടുത്ത് ഉണ്ട്. ഏകദേശം ഒരു 11 മണിയോടുകൂടി തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന അല്ലെങ്കിൽ തെക്കോട്ടിറക്കം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടമാറ്റത്തിന്റെ സമയം 15 മിനിറ്റാക്കി ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇലഞ്ഞിത്തറ മേളവും മടത്തിൽ വരവും പോലുള്ള ചടങ്ങുകളൊക്കെ വളരെ കൃത്യമായി തന്നെ നടക്കും. ഇലഞ്ഞിത്തറ മേളം നാളെ നടക്കും, മടത്തിൽ വരവ് നടക്കും. അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും ഒരു കുറവും വരില്ല. പക്ഷേ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, കുടമാറ്റത്തിന്റെ സമയം കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ തോതിൽ ഇതിന്റെ പ്രൗഢിയൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരം പോലുള്ള ആഘോഷവും ആണ്ടർതിയും ഒക്കെയാണ് മലയാളിയെ സംബന്ധിച്ച് അവരെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു നാഴികക്കല്ലാണ്. ഒരു
വർഷം മുന്നോട്ട് പോകുമ്പോൾ ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം കഴിഞ്ഞോ, ഇക്കൊല്ലത്തെ ഓണം കഴിഞ്ഞോ, പെരുന്നാൾ കഴിഞ്ഞോ എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ മലയാളികളുടെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു നാഴികക്കല്ല് കൂടിയാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് ഈ വർഷത്തെ പൂരം ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തപ്പെടും. ഈ ഒരു വെടിക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ കുറച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ പങ്കെടുക്കാനും ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഓക്കെ, വി എസ് രഞ്ജിത്തും ജെയ്സൺ ചാമവളപ്പിലുമാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകൾ എന്ന മട്ടിൽ റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർക്ക് കാണാം. വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇക്കുറിയും റിപ്പോർട്ടർ ടിവിയും ഇത്തവണത്തെ പൂരത്തിന്റെ സംപ്രേഷണത്തിൽ ഒരുക്കിയിട്ടില്ല.